നമ്മുടെ മഴ നിലയ്ക്കുകയാണ് ഒരു സ്ഥലത്ത്. എവിടെയാണെന്നറിയുമോ? സിനിമയുടെ ചരിത്രത്തോടൊപ്പം നടന്ന ഒറ്റപ്പാലത്തെ ഒരു തിയേറ്ററിൽ, ലക്ഷ്മി തിയേറ്ററിലാണ്. ഈ തിയേറ്റർ വിസ്മൃതിയിലേക്ക് പോകുന്നു. 1954 തുടങ്ങിയ തിയേറ്റർ ഇന്നലെ സെക്കൻഡ് ഷോയോടെ സിനിമാ കാഴ്ച അവസാനിപ്പിച്ചു. അവിടെ കട്ടൻ വീണു. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ ഒറ്റപ്പാലം സെൻഗുപ്ത റോഡ് തുടങ്ങുന്നിടത്തെ മഹാലക്ഷ്മിയുടെ ശില്പം ഒരിക്കലെങ്കിലും ഇതിലൂടെ കടന്നുപോയവർ നോക്കാതിരിക്കില്ല. സിനിമാ പ്രൗഢി പേറുന്ന ഒറ്റപ്പാലത്തുകാരുടെ പ്രിയപ്പെട്ട സിനിമാ കാഴ്ചയിടം. ആയിരത്തി 1964 ഒറ്റപ്പാലത്തെ പ്രമുഖ വ്യവസായി EP മാധവൻകുട്ടി നായർ തിയേറ്ററിനായി കെട്ടിടം പണി പൂർത്തീകരിച്ചത്. അവിടുന്ന് ഇങ്ങോട്ട് ഒറ്റപ്പാലത്തുകാരുടെയും ഭാരതപ്പുഴയ്ക്കക്കരെ തൃശ്ശൂർ ജില്ലയിലെ മായന്നൂർ കുത്താമ്പുള്ളിക്കാരുടെയും ഒക്കെ പ്രധാനപ്പെട്ട തിയേറ്റർ. നമുക്ക് മെയിനായിട്ട് ഈ റോഡിൻ്റെ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് സ്ഥലം വിട്ടുകൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് പാർക്കിങ്ങിനുള്ള സ്ഥലം നമുക്ക് തീരെ ഇല്ലാണ്ടായി വരികയാണ്. അപ്പോൾ ആ നിലവിൽ നമുക്ക് തിയേറ്റർ തുടർന്ന് പോകാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. സിനിമയ്ക്കപ്പുറം ഇന്നാട്ടുകാരുടെ ഒത്തുകൂടലിൻ്റെ കൂടി ഇടമായിരുന്നു ലക്ഷ്മി തിയേറ്റർ. പൂട്ടാന്ന് പറയുമ്പോൾ വളരെ സങ്കടമുണ്ട്. എല്ലാം ഒറ്റപ്പാലത്തിൻ്റെ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി തന്നെ. ഈ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി തന്നെ അത്ര മുഖം. എല്ലാവരും ലക്ഷ്മി തിയേറ്ററിന് മുമ്പിൽ പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ അറിയണത്. 1971 ഇപ്പോൾ തിയേറ്ററിൻ്റെ ഉടമകളായ രാജൻ നായരുടെ കുടുംബം ലക്ഷ്മി തിയേറ്റർ വാങ്ങുന്നത്. B ക്ലാസ് തിയേറ്റർ ആണെങ്കിലും ദൂരെ നിന്ന് പോലും സിനിമ കാണാൻ ആളുകൾ എത്തിയിരുന്നു. നിർത്താന്ന് പറയുമ്പോൾ വളരെയധികം പ്രയാസം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. പക്ഷേ കാലഘട്ടത്തിൻ്റെ പ്രയാസം കൊണ്ടും അത് നടത്തിപ്പിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് ചിലപ്പോൾ മുതലാളി അങ്ങനെ തീരുമാനം എടുത്തായിരിക്കാം. പാർക്കിങ്ങിന്റെ പരിമിതിയും വൻകിട ആളുകളുടെ കടന്നുവരവും ലക്ഷ്മിയിലേക്ക് സിനിമ കാണാനെത്തിയവരുടെ എണ്ണം കുറച്ചു. ഒറ്റപ്പാലത്ത് പുതിയ ബൈപ്പാസ് കൂടി വരുന്നതോടെ തിയേറ്ററിന്റെ സ്ഥലം പകുതിയായി കുറയും. ഇതൊക്കെയാണ് ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച ലക്ഷ്മി തിയേറ്റർ അടയ്ക്കാൻ കാരണം. അവസാന ദിവസം മോഹൻലാലിന്റെ തുടരുമെന്ന സിനിമയും ടോവിനോയുടെ നരിവേട്ടയും പ്രദർശിപ്പിച്ചു. ലക്ഷ്മിയുടെ ഗതകാല സ്മരണകൾ കാഴ്ചയിലുള്ള സിനിമാ കമ്പക്കാർ കൂട്ടമായി എത്തി. ഇനി അവർക്കൊക്കെ ലക്ഷ്മി തിയേറ്ററിലെ സിനിമാക്കാലം ഒരു ഓർമ്മയാണ്. ഒറ്റപ്പാലം ലക്ഷ്മിയിലെ അവസാന ഷോയ്ക്കും തിരശീല വീണിരിക്കുകയാണ്. തിയേറ്റർ വിസ്മൃതിയിലേക്ക് പോവുകയാണ്. ഒരു നഗരത്തെ സിനിമ കാണാൻ പഠിപ്പിച്ച, ഗ്രാമത്തെ സിനിമ എന്താണെന്ന് കാണിച്ചു കൊടുത്ത ഒറ്റപ്പാലത്തുകാരുടെ സ്വന്തം ലക്ഷ്മി ഇനിയില്ല. ശ്രീകുമാരൻ, 24 പാലക്കാട്.